എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും വിദ്യാസാഗറിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് 2ാമത്തെ യൂണിറ്റാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സിൻഡ്രല്ലയുടെ പാഠമാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിൻഡ്രല്ല തുടങ്ങി ദ സിൻഡർ ഗേൾ എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ട് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് അതിൻ്റെ ബാക്കി ദ മാജിക് ബിഗിൻസ് എന്ന് പറയുന്ന സെക്കൻഡ് പാർട്ടാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കഥ ഏതുവരെയായെന്ന് നമുക്ക് ആദ്യം ഒന്ന് പറയാം. എന്താണ് സിൻഡ്രല്ല? തുടക്കത്തിൽ എന്തുമായിരുന്നു? സിൻഡ്രല്ലയുടെ അമ്മ മരിച്ചു പോകുന്നു. അപ്പോൾ അച്ഛൻ രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നു. അതിൽ 2 മക്കളുള്ള രണ്ടാനമ്മയും അവരുടെ 2 മക്കളും കൂടെ സിൻഡ്രല്ലയുടെ വീട്ടിൽ വരുന്നു. സിൻഡ്രല്ലയുടെ വീട്ടിൽ വന്നിട്ട് സിൻഡ്രല്ല ഒരു ജോലിക്കാരിയെ പോലെയാണ് അവർ കണ്ടിരുന്നത്, അല്ലേ? നല്ല ഡ്രസ്സ് കൊടുത്തില്ല, നല്ല ആഹാരം കൊടുത്തില്ല. അവളെ അടുപ്പിൻ്റെ അടുത്താണ് കിടത്തി വരെ ഉറക്കിയിരുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും ക്രൂരയായ ഒരു രണ്ടാനമ്മയുടെ കീഴിൽ സിൻഡ്രല്ല ഇങ്ങനെ നിൽക്കുകയാണ്. അവൾ ആ ചാരത്തിൽ കിടന്നുറങ്ങിയത് കൊണ്ടാണ് അവളെ സിൻഡർ ഗേൾ എന്നുള്ള അർത്ഥത്തിലാണ് സിൻഡ്രല്ല എന്ന് വിളിച്ചു തുടങ്ങിയത്. അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്ക് ബാക്കി നോക്കാം. ദ മാജിക് ബിഗിൻസ്, മായാജാലം തുടങ്ങുന്നു, മാജിക് ബിഗിൻ ചെയ്യുന്നു. കേട്ടാ? അപ്പോൾ എന്ത് മാജിക്കാണ് ഇവിടെ ബിഗിൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇത്തിരി കുറച്ച് വലിയ ഒരു ഭാഗമാണ്, നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം, കാരണം ഈ ചാപ്റ്റർ തന്നെ കുറച്ച് വലുതാണ്. ഓക്കെ, അപ്പോൾ ദ മാജിക് ബിഗിൻസ് നോക്കിക്കോളൂ. വൺ ഡേ ദ യങ് പ്രിൻസ് ഓഫ് ദ ലാൻഡ് ഇൻവൈറ്റഡ് ഓൾ ദ യങ് ഗേൾസ് ഓഫ് ദ കിങ്ഡം ടു എ ബാൾ, പ്ലാനിങ് ടു ചൂസ് ഹിസ് പ്രിൻസസ് എമംഗ് ദം. അപ്പോൾ വൺ ഡേ, അപ്പോൾ ഒരു ദിവസം, ദ യങ് പ്രിൻസ് ഓഫ് ദ ലാൻഡ്, അപ്പോൾ അവിടുത്തെ യങ് പ്രിൻസ്, അവിടുത്തെ രാജകുമാരൻ, ആ രാജ്യത്തെ രാജകുമാരൻ ഇൻവൈറ്റഡ് ഓൾ ദ യങ് ഗേൾസ് ഓഫ് ദ കിങ്ഡം ടു എ ബാൾ. അപ്പോൾ ഇൻവൈറ്റഡ്, ക്ഷണിച്ചു. ആരെ ക്ഷണിച്ചു? ഓൾ ദ യങ് ഗേൾസ് ഓഫ് ദ കിങ്ഡം, ആ രാജ്യത്തുള്ള എല്ലാ യുവതികളെയും എല്ലാ പെൺകുട്ടികളെയും എങ്ങോട്ട് ക്ഷണിച്ചു? ടു എ ബാൾ. ബാളെന്ന് പറഞ്ഞാൽ നമ്മുടെ പന്തല്ല, കളിക്കുന്ന പന്തെന്ന് ഈ ബോളിന് അർത്ഥമുണ്ട്. പക്ഷേ നമുക്കിവിടെ ഉള്ള അർത്ഥം ബോളെന്ന് വെച്ചാൽ നൃത്തശാല അല്ലെങ്കിൽ ഡാൻസ് പാർട്ടിയൊക്കെ നടക്കുന്ന സ്ഥലം. ഓക്കെ, ഡാൻസിനെയാണ് നമ്മൾ ബോളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡാൻസ് പാർട്ടി എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എടുത്തു പോവാം. അപ്പോൾ ഒരു ഡാൻസ് പാർട്ടിയിൽ പങ്കെടുക്കാനായിട്ട് എല്ലാ ചെറുപ്പക്കാരികളെയും, കേട്ടോ, എല്ലാ പെൺകുട്ടികളെയും രാജകുമാരൻ ക്ഷണിച്ചു. എന്തിനാണ്? പ്ലാനിങ് ടു ചൂസ് ഹിസ് പ്രിൻസസ് ഫ്രം എമംഗ്സ് ദം. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പ്രിൻസസിനെ ചൂസ് ചെയ്യാൻ, ഒരു രാജകുമാരിയെ ചൂസ് ചെയ്യാൻ, തിരഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ പ്രിൻസിന്, നമ്മുടെ രാജകുമാരന് കല്യാണം കഴിക്കാനായിട്ട് ഒരു പെണ്ണിനെ കണ്ടുപിടിക്കാനായിട്ടാണ് ഈ രാജ്യത്തുള്ള എല്ലാ പെൺപിള്ളേരെയും അവിടെ കൊട്ടാരത്തിലോട്ട് വിളിച്ചേക്കുന്നത്, ആ നൃത്ത വിരുന്നിൽ പങ്കെടുക്കാനായിട്ട്. ഓക്കെ, മനസ്സിലായ? അപ്പോൾ അവിടെ ചെന്ന് ഡാൻസ് പാർട്ടിയിൽ പങ്കെടുത്തിട്ട് രാജകുമാരന് കണ്ടിഷ്ടപ്പെടുന്ന ഒരാളെ വിവാഹം കഴിക്കാം. അതാണ് രാജകുമാരൻ്റെ ഐഡിയ. സിൻഡ്രല്ല സിസ്റ്റേഴ്സ് വെയർ ഡിലൈറ്റഡ് ഓൺ ഹിയറിങ് ദിസ് ഇൻവിറ്റേഷൻ. അപ്പോൾ സിൻഡ്രല്ലയുടെ സിസ്റ്റർ, 2 സഹോദരിമാരില്ലേ, രണ്ടാനമ്മയുടെ 2 മക്കൾ, അപ്പോൾ 2 പേരും വെയർ ഡിലൈറ്റഡ് എന്ന് വെച്ചാൽ സന്തോഷിക്കുക. 2 പേർക്കും ഭയങ്കര സന്തോഷമായി. ഓൺ ഹിയറിങ് ദിസ് ഇൻവിറ്റേഷൻ, ഈ ക്ഷണം കേട്ട്, ഈ ക്ഷണക്കത്ത് കേട്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ആ രാജ്യത്തുള്ള മുഴുവൻ പെൺപിള്ളേർക്കും സന്തോഷമായി കാണും. കാരണം രാജകുമാരനെയാണ് കെട്ടാൻ പോണത്. ഭാഗ്യം ഉണ്ടെങ്കിൽ രാജകുമാരന് ഇഷ്ടപ്പെട്ട രാജകുമാരെ അവരെയാണ് ആരെങ്കിലും ഒരാളെ കെട്ടും എന്തായാലും. അപ്പോൾ രാജകുമാരിയായിട്ട് ജീവിക്കാം. ഓക്കെ, ദേ സെലക്റ്റഡ് ബെസ്റ്റ് ഗൗൺസ്, ദേ ഡ്രസ്ഡ് ദെയർ ഹെയർസ്. അപ്പോൾ എല്ലാവരും റെഡിയായി തുടങ്ങി, കേട്ടോ. ആ ഡാൻസ് പാർട്ടിക്ക് പോകാനായിട്ട് എല്ലാവരും റെഡിയായി തുടങ്ങി. ദേ സെലക്റ്റഡ് ദെയർ ബെസ്റ്റ് ഗൗൺസ്, അവരുടെ കയ്യിലുള്ളതിലൊക്കെ ഏറ്റവും നല്ല ഗൗണുകളൊക്കെ എടുത്ത് അണിഞ്ഞ്, ഗൗണ് അറിയാലോ, അപ്പോൾ ഗൗണുകളും എല്ലാം എടുത്ത് അണിഞ്ഞ് ദേ ഡ്രസ്ഡ് ദെയർ ഹെയർസ്, അപ്പോൾ മുടിയൊക്കെ കോതി ഒതുക്കാൻ തുടങ്ങി, നല്ല സൂപ്പറാക്കി വയ്ക്കാൻ തുടങ്ങി. ബട്ട് ദേ വെയർ നോട്ട് ടേക്കിംഗ് സിൻഡ്രല്ല വിത്ത് ദം. പക്ഷേ അവരെ ആരെ കൊണ്ടുപോയില്ല? ദേ വെയർ നോട്ട് ടേക്കിംഗ് സിൻഡ്രല്ല വിത്ത് ദം. സിൻഡ്രല്ലയെ കൂടെ കൊണ്ടുപോകാനായിട്ട് അവർക്ക് സമ്മതമായിരുന്നില്ല. ഓക്കെ, സിൻഡ്രല്ല എന്തായാലും കൊണ്ടുപോകണില്ല എന്ന് തന്നെ അവർ വിചാരിച്ചു.
യു ക്യാൻ ഗോ വെൻ ബെഗേഴ്സ് ഹോൾഡ് എ ബോൾ ദേ ടോൾഡ് ഹെർ. അപ്പോൾ എന്നിട്ട് അവർ പറയാണ്, ചുമ്മാ സിൻഡ്രല്ലയെ വേദനിപ്പിക്കാനായിട്ട് അവർ പറയുകയാണ്, യു ക്യാൻ ഗോ വെൻ ബെഗേഴ്സ് ഹോൾഡ് എ ബാൾ. നിനക്ക് പോവാം. എവിടെ പോവാം? വെൻ ബെഗേഴ്സ് ഹോൾഡ് എ ബാൾ. എന്നാണ് ഈ പിച്ചക്കാർ മൊത്തം കൂടെ ഒരു നൃത്തം ഇരുന്ന് വയ്ക്കുന്നത്, ഒരു ഡാൻസ് പാർട്ടി വയ്ക്കുന്നത്, അന്ന് നിനക്ക് പോവാം. പിച്ചക്കാരുടെ ഡാൻസ് പാർട്ടിയിൽ നീ പോയാൽ മതി. അല്ലാതെ ഈ രാജകുമാരൻ്റെ ഇതിലൊന്നും പോകാൻ നീ ആയിട്ടില്ല. ചിലപ്പോൾ സിൻഡ്രല്ലയ്ക്ക് ഇവരെക്കാട്ടി നല്ല സൗന്ദര്യമൊക്കെ ഉള്ളതുകൊണ്ട് ഒരു അസൂയ ഉണ്ടായിരിക്കും. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. എന്തായാലും ഇവരിപ്പോൾ സിൻഡ്രല്ല ഒരു ജോലിക്കാരിയെ പോലെയല്ലേ കാണണം. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പറയാണ്, നീ പിച്ചക്കാരുടെ കൂടെയൊക്കെ നടന്നാൽ മതി, നിനക്ക് ആ ഒരു സ്റ്റാൻഡേർഡൊക്കെ ഉള്ളൂ. അല്ലാതെ നിനക്ക് ഈ രാജകുമാരൻ്റെ ഡാൻസ് പാർട്ടിക്ക് പോകാനുള്ള അത്ര ഇതൊന്നും നീ ആയിട്ടില്ല എന്നും പറഞ്ഞ് അവളെ കൊണ്ടുപോകാൻ അവർ തയ്യാറാവുന്നില്ല. ഓക്കെ, കോംബ് അവർ ഹെയർസ്, ബ്രഷ് അവർ ഷൂസ് ആൻഡ് മേക്ക് അവർ ബക്കിൾസ് ഫാസ്റ്റ്. വി ആർ ഗോയിങ് ടു ദ പ്രിൻസസ് ബാൾ. അപ്പോൾ എന്നിട്ട് കുറേ പണികളും കൂടെ കൊടുക്കുകയാണ് സിൻഡ്രല്ലയ്ക്ക്. എന്താണ്? കോംബ് അവർ ഹെയർ, നമ്മുടെ മുടിയൊക്കെ ഒന്ന് കോയത്താ. ബ്രഷ് അവർ ഷൂസ്, നമ്മുടെ ഷൂ ഒക്കെ ഒന്ന് പോളിഷ് ചെയ്ത് നല്ല സെറ്റാക്കി വയ്ക്കാൻ. പിന്നെ ആൻഡ് മേക്ക് അവർ ബക്കിൾ ഫാസ്റ്റ്. ബക്കിൾസ് എന്ന് വെച്ചാൽ ഈ അരപ്പട്ടയൊക്കെ കിട്ടുന്ന കൊളുത്തൊക്കെയാണ്. അപ്പോൾ ഒന്ന് മുറുക്കി എല്ലാ ഡ്രസ്സൊക്കെ ഒന്ന് മുറുക്കി വയ്ക്കാനൊക്കെ ആയിട്ടാണ് പറയണത്. ഓക്കെ, എല്ലാം ഒന്ന് ഒതുക്കി റെഡിയാക്കാൻ. വി ആർ ഗോയിങ് ടു ദ പ്രിൻസസ് ബോൾ. അപ്പോൾ പ്രിൻസിൻ്റെ, നമ്മുടെ രാജകുമാരൻ്റെ നൃത്തവിരുന്നിൽ പങ്കെടുക്കാനായിട്ട് നമ്മൾ പോകാൻ പോവുകയാണ്. വെൻ ഷീ ഹേർഡ് ദിസ് സിൻഡ്രല്ല കുഡ് നോട്ട് ഹെൽപ്പ് ക്രൈയിങ്. ഷീ ടു ലൈക്ഡ് ടു ഗോ ടു ദ പാർട്ടി. അപ്പോൾ വെൻ ഷീ ഹേർഡ് ദിസ്, ഇത് കേട്ടപ്പോൾ സിൻഡ്രല്ല കുഡ് നോട്ട് ഹെൽപ്പ് ക്രൈയിങ്. സിൻഡ്രല്ലയ്ക്ക് സഹായത്തിന് പോലും വേണ്ടി ഒന്ന് കരയാൻ തോന്നിയില്ല, പറ്റിയില്ല. ഓക്കെ, കരഞ്ഞാലും അവളെ സഹായിക്കാനായിട്ട് ആരുമില്ല, രണ്ടാനമ്മയല്ലേ ഉള്ളൂ. അവരാണെങ്കിൽ ഈ മക്കളപ്പുറമാണ് അല്ലേ, ഒരിക്കലും സിൻഡ്രല്ലയെ കൊണ്ടുപോകത്തേ ഇല്ല. അപ്പോൾ ഫോർ ഷീ ലൈക്ക് ടു ഗോ ടു ദ പാർട്ടി. പക്ഷേ അവൾക്കും പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ആ പാർട്ടിയിൽ എന്തായാലും പോകാൻ അവൾക്ക് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ അവർ കൊണ്ടുപോകത്തില്ലല്ലോ, ആരോടും പരാതി പറയാനും പറ്റത്തില്ല. ഓക്കെ, ബാക്കി നോക്കിക്കോളൂ. ഷീ ബെഗ്ഡ് ഹെർ സ്റ്റെപ്പ് മദർ ടു ടേക്ക് ഹെർ അലോങ്. എന്നിട്ട് ഷീ ബെഗ്ഡ്, ചെന്ന് യാചിച്ചു. ആരോട്? ഹെർ സ്റ്റെപ്പ് മദർ ടു ടേക്ക് ഹെർ അലോങ്. അവളെയും കൂടെ ഒന്ന് പാർട്ടിക്ക് കൊണ്ടുപോകുമോ എന്നൊക്കെ ചോദിച്ച് എവിടെ ചെന്ന് സ്റ്റെപ്പ് മദറിൻ്റെ കൂടെ, രണ്ടാനമ്മയുടെ ചെന്ന് യാചിക്കുകയാണ്. ഇങ്ങനെ പറയാണ്, കാലുപിടിച്ച് പറയാണ്, എന്നെയും കൂടെ ഒന്ന് കൊണ്ടുപോകും, പറ്റുമോ? വാട്ട് യു സിൻഡ്രല്ല, ഇൻ ഓൾ യുവർ ഡസ്റ്റ് ആൻഡ് ഡേർട്ട് യു വാണ്ട് ടു ഗോ ടു ദ ബാൾ? യു ഹാവ് നോ ഡ്രസ് ആൻഡ് നോ ഷൂസ്, യു വാണ്ട് ടു ഡാൻസ്. അപ്പോൾ വാട്ട്, എന്ത്? യു സിൻഡ്രല്ല, സിൻഡ്രല്ലേ നീയാ? ഇൻ ഓൾ യുവർ ഡസ്റ്റ് ആൻഡ് ഡേർട്ട്, ഈ അഴുക്കും പൊടിയും പിടിച്ച് കിടക്കണ ഈ തുണി ഇട്ടുകൊണ്ടാണ് നീ പോണത് കേട്ടോ, ഈ ഡ്രസ്സിലാണ് നീ പോകാൻ പോകുന്നത്. യു വാണ്ട് ടു ഗോ ടു ദ ബാൾ, ഈ ഡ്രസ്സിൽ നിനക്ക് ആ ഡാൻസ് പാർട്ടിയിൽ പങ്കെടുക്കാൻ പോകണമെന്നാണ് നീ പറയുന്നത്. ഇടാൻ നല്ലൊരു തുണി പോലും ഇല്ലല്ലോ നിനക്ക്. യു ഹാവ് നോ ഡ്രസ് ആൻഡ് നോ ഷൂസ്, നിനക്കിവിടെ ഡ്രസ്സും ഇല്ല ഷൂവും ഇല്ല, ഒരു നല്ല ഷൂവും ഇല്ല നല്ല ഡ്രസ്സും ഇല്ല. എന്നിട്ട് ഈ വേഷത്തിൽ നിന്നെ നമ്മളിനി കൊണ്ടുപോകണം. യു വാണ്ട് ടു ഡാൻസ്, എന്നിട്ട് നിനക്ക് ഡാൻസും കളിക്കണം അല്ലേ? കൊള്ളാം, നീ ഇനിയിപ്പോൾ ഒന്നും പറയണ്ട എന്നാണ് നമ്മുടെ രണ്ടാനമ്മ പറയുന്നത്. ഓക്കെ, ഷീ ടേൺഡ് ഹെർ ബാക്ക് ടു സിൻഡ്രല്ല ആൻഡ് ഹറിഡ്ലി സെറ്റ് ഔട്ട് വിത്ത് ഹെർ 2 പ്രൗഡ് ഡോട്ടേഴ്സ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ മുഖം തിരിച്ച് നടന്നിട്ട് അവർ 2 മക്കളെയും വിളിച്ച് ഹറിഡ്ലി സെറ്റ് ഔട്ട് ചെയ്യുകയെന്ന് വെച്ചാൽ സെറ്റ് ഔട്ട്, യാത്ര തിരിക്കുക. അപ്പോൾ എല്ലാവരും കൂടെ ഇറങ്ങി പുറപ്പെട്ടു. സിൻഡ്രല്ലയെ മാത്രം വീട്ടിലൊറ്റയ്ക്കാക്കി. ഓക്കെ, സിൻഡ്രല്ല ഇത്രയും പറഞ്ഞു, നീ ഇത്രയും ഈ അഴുക്ക വേഷത്തിലൊക്കെ നിനക്ക് ഇടാൻ പോലും ഒരു നല്ല ഡ്രസ്സില്ല, അതിൻ്റെ ഇടയ്ക്ക് നിനക്ക് ഇവിടെ ഡാൻസ് കളിക്കണം അല്ലേ, മിണ്ടാതിരുന്നോളണം എന്നൊക്കെ പറഞ്ഞ് സിൻഡ്രല്ലയെ ഒന്ന് പേടിപ്പിച്ചിട്ട് അവരിറങ്ങി പോവുകയും ചെയ്തു. സിൻഡ്രല്ലയ്ക്ക് എന്ത് വിഷമമായി കാണുമല്ലേ? നോക്കാം ബാക്കി എന്താണ് സംഭവിച്ചതെന്ന്. അപ്പോൾ 2 മക്കളെയും കൂട്ടി രണ്ടാനമ്മ പോയി കൊട്ടാരത്തിലോട്ട്. വെൻ സിൻഡ്രല്ല ലോസ്റ്റ് സൈറ്റ് ഓഫ് ദം ഷീ ഫെൽറ്റ് വെരി സാഡ്. അപ്പോൾ അവർ കൺമുമ്പേന്ന് പറഞ്ഞപ്പോൾ സിൻഡ്രല്ലയ്ക്ക് ഭയങ്കര വിഷമമായി. ഷീ സ്റ്റാർട്ടഡ് ക്രൈയിങ്, അവൾ കരയാൻ തുടങ്ങി. നമ്മൾ സിൻഡ്രല്ല കരയാൻ തുടങ്ങി. ടീയേഴ്സ് റോൾഡ് ഡൗൺ ഹെർ ചീക്സ്.
അവിടെ കവിളിലൂടെയൊക്കെ കണ്ണുനീര് ഒഴുവാൻ തുടങ്ങി. ഷീ തോട്ട് ഓഫ് ഹെർ ഓൺ മദർ. എന്നിട്ട് ചിന്തിക്കുകയാണ്, എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ സ്വന്തം അമ്മ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പോഴും ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ, ഇഫ് മൈ മദർ ഹാഡ് ബീൻ അലൈവ് ഷീ വുഡ് സെൻഡ് മീ ടു ദ ബോൾ. എൻ്റെ അമ്മ ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും എന്നെ ഈ ഡാൻസ് പാർട്ടിക്ക് വിട്ടേനെ എന്ന് ആര് പറയുകയാണ്? സിൻഡ്രല്ല പറയുകയാണ് കേട്ടോ. സിൻഡ്രല്ലയുടെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും വിട്ടേനെ. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫ്. ഇത്തിരി വലിയ പാരഗ്രാഫാണ്, ഒന്ന് വായിച്ചു നോക്കണം. ആ പാരഗ്രാഫിൽ എന്തുവാണ് പറഞ്ഞത് ഒന്നും കൂടെ പറയാം. എന്തുവാണ്? ഒരു ദിവസം രാജകുമാരൻ അവിടെ ഒരു ഡാൻസ് പാർട്ടി നടത്താനായിട്ട് തീരുമാനിച്ചു. എല്ലാ പെൺകുട്ടികളെ അതിലോട്ട് ക്ഷണിച്ചു. കാരണം എന്തുവാണ്? രാജകുമാരൻ അതിൽ നിന്നൊരു രാജകുമാരിയെ കണ്ടുപിടിച്ച്, ഒരു പെണ്ണെ കണ്ടുപിടിച്ച് അയാളുടെ ഭാര്യയാക്കണം, അതായത് ആ രാജ്യത്തെ രാജകുമാരിയാക്കണം. അപ്പോൾ എല്ലാ പെൺപിള്ളേർക്കും ഭയങ്കര താല്പര്യമായി, എല്ലാവരും പോകാനായിട്ട് ഒരുങ്ങി. സിൻഡ്രല്ലയുടെ രണ്ടാനമ്മേരെ 2 മക്കളും ഈ ഡാൻസ് പാർട്ടിക്ക് പോകാനായിട്ട് റെഡിയാവുന്നു. അപ്പോൾ സിൻഡ്രല്ലയ്ക്ക് പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. രണ്ടാനമ്മയുടെ പറഞ്ഞപ്പോൾ അവർ കളിയാക്കി, എന്തോന്നു നല്ലൊരു ഡ്രസ്സ് പോലും ഇടാനില്ലാതെ നീ ഡാൻസ് പാർട്ടിക്ക് എങ്ങും പോകണ്ട, നീ ഇവിടെ ഇരുന്നാൽ മതിയെന്നും പറഞ്ഞിട്ട് അവളെ വീട്ടിൽ ഒറ്റയ്ക്കാക്കിയിട്ട് അവർ 3 പേരും കൂടെ എവിടെ പോയി? കൊട്ടാരത്തിലോട്ട് പോയി. അപ്പോൾ അതുവരെയാണ് പറഞ്ഞത്. ഓക്കെ, അതാണ് ആ പാരഗ്രാഫ്, ആ ഒരു വലിയ പാരഗ്രാഫ്. ബാക്കി നോക്കാം, ഇത് കുറേ ഉണ്ട്, പെട്ടെന്ന് നോക്കിപ്പോയാലേ പറ്റൂ. ബാക്കി നോക്കാം. സഡൻലി ഷീ ഹേഡ് എ വോയിസ്, യു വിൽ സെർട്ടൻലി ഗോ ടു ദ ബോൾ. അപ്പോൾ പെട്ടെന്ന് അവളൊരു സൗണ്ട് കേട്ടിട്ട് തിരിഞ്ഞ് നോക്കുകയാണ്. എന്താണ് അയാൾ പറഞ്ഞത്? ആ സൗണ്ടിൽ പറഞ്ഞു കേട്ടത് എന്താണ്? യു വിൽ സെർട്ടൻലി ഗോ ടു ദ ബോൾ. നീ തീർച്ചയായും ആ പാർട്ടിക്ക് പങ്കെടുക്കാൻ പോവും. ഐ ആം യുവർ ഫെയറി ഗോഡ് മദർ. ഞാൻ ഒരു ഫെയറിയാണ്. ഫെയറി എന്ന് വെച്ചാൽ മാലാഖ കേട്ടാ. അപ്പോൾ മാലാഖയാണ് കേട്ടോ. കുടുംബദൈവം അങ്ങനെയൊക്കെ പറഞ്ഞ ഏകദേശം ആ അർത്ഥത്തിലൊക്കെ വരും. നമുക്കിവിടെ മാലാഖ എന്നുള്ള ഒരു മീനിങ്ങിൽ എടുത്താൽ മതി, ഇനി അല്ലാതെ കൂടുതൽ അർത്ഥങ്ങളൊന്നും നോക്കി പോകണ്ട. ഓക്കെ, അപ്പോൾ ഞാനൊരു മാലാഖയാണ്, നീ എന്തായാലും ആ പാർട്ടിക്ക് പോവുക എന്ന് ചെയ്യും. അവർ ഉറപ്പ് പറയുകയാണ്. സിൻഡ്രല്ല ടേൺഡ് അറൗണ്ട്. സിൻഡ്രല്ല പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ഷീ സോ എ ഫെയറി സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ഹെർ. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു മാലാഖ അവളുടെ ഫ്രണ്ടിൽ നിൽക്കുന്നു. ഓക്കെ, ഐ ആം ദ ക്വീൻ ഓഫ് ഫെയറീസ് ഷീ സെഡ്. എന്നിട്ട് പറയാണ്, ഐ ആം ദ ക്വീൻ ഓഫ് ഫെയറീസ്. ഞാൻ മാലാഖമാരുടെ രാജ്ഞിയാണ്. ഐ വിൽ സെൻഡ് യു ടു ദ ബാൾ. ഞാൻ നിന്നെ ആ ഡാൻസ് പാർട്ടിയിലോട്ട് അയക്കാം. ആര് പറഞ്ഞു? നമ്മുടെ ഫെയറി, നമ്മുടെ മാലാഖ പറഞ്ഞു, ഞാൻ നിന്നെ എന്തായാലും ആ ഡാൻസ് പാർട്ടിക്ക് കൊണ്ടുപോകാം. വെൽ സെഡ് ഹെർ ഗോഡ് മദർ, ബി എ ഗുഡ് ഗേൾ ആൻഡ് ഐ വിൽ കോൺട്രൈവ് ദാറ്റ് യു ഷാൽ ഗോ. അപ്പോൾ എന്തുവാണ്? വെൽ, അപ്പോൾ എന്തായാലും ശരി, ബി എ ഗുഡ് ഗേൾ, നല്ല കുട്ടിയായിട്ടിരിക്കും. ആൻഡ് ഐ വിൽ കോൺട്രൈവ് ദാറ്റ് യു ഷാൽ ഗോ. ഞാൻ നിന്നെ കൊണ്ടുപോകാനായിട്ട് ഒരു മാർഗ്ഗം ആലോചിക്കട്ടെ, ഒരു ഉപായം ആലോചിക്കട്ടെ എന്ന്. കോൺട്രൈവ് ചെയ്യാന്ന് വെച്ചാൽ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഉപായം ചിന്തിക്കുക എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു മാർഗ്ഗം ഒന്ന് ആലോചിക്കട്ടെ. ഷീ വെൻറ്റ് വിത്ത് സിൻഡ്രല്ല ഇൻ ടു ഹെർ ചേംബർ. എന്നിട്ട് സിൻഡ്രല്ലയും വിളിച്ചുകൊണ്ട് എങ്ങോട്ട് പോയി? സിൻഡ്രല്ലയുടെ ചേംബറിലോട്ട് പോയി. ചേംബർ എന്ന് വെച്ചാൽ മുറി. അപ്പോൾ സിൻഡ്രല്ലയുടെ ചേംബറിലോട്ട് പോയിട്ട് ആൻഡ് ടോൾഡ് ഹെർ, എന്നിട്ട് സിൻഡ്രല്ലയുടെ അടുത്ത് പറയുകയാണ്, റൺ ഇൻ ടു ദ ഗാർഡൻ ആൻഡ് ബ്രിങ് മീ എ പംകിൻ. അപ്പോൾ സിൻഡ്രല്ലയുടെ അടുത്ത് പറയുകയാണ്, റൺ ഇൻ ടു ദ ഗാർഡൻ, പെട്ടെന്ന് നീ തോട്ടത്തിൽ പോയിട്ട് എന്ത് എടുക്കണം? ആൻഡ് ബ്രിങ് മീ എ പംകിൻ. പംകിൻ എന്ന് വെച്ചാൽ പംകിൻ മത്തങ്ങ. ഓക്കെ, അപ്പോൾ പംകിൻ എന്ന് വെച്ചാൽ മത്തങ്ങ. പെട്ടെന്ന് തോട്ടത്തിൽ പോയിട്ട് ഒരു മത്തങ്ങ പറിച്ചുകൊണ്ട് വാ എന്ന് ആര് പറയണ്? നമ്മുടെ മാലാഖ പറയാണ്. സിൻഡ്രല്ല വെൻറ്റ് ഇമ്മീഡിയറ്റ്ലി ടു ഗ്യാദർ ദ ഫൈനസ്റ്റ് പംകിൻ ഷീ കുഡ് ഗെറ്റ്. അപ്പോൾ സിൻഡ്രല്ല പെട്ടെന്ന് പോയിട്ട് എന്തോന്ന് ചെയ്ത് അവിടെ ഉള്ളതിൽ ഫൈനസ്റ്റ് പംകിൻ, ഏറ്റവും നന്നായിട്ട് കാണപ്പെട്ട, ഏറ്റവും നല്ലതായിട്ട് തോന്നിയ ഒരു പംകിൻ, ഒരു മത്തങ്ങ തന്നെ നോക്കി പറിച്ചെടുത്തു. ഓക്കെ, ആൻഡ് ബ്രോട്ട് ഇറ്റ് ടു ഹെർ ഗോഡ് മദർ. എന്നിട്ട് അത് എങ്ങോട്ട് കൊണ്ടുവന്നു? ഈ ഫെയറിയുടെ, ഈ മാലാഖയുടെ അടുത്ത് കൊണ്ടുവന്നു. ഷീ കുഡ് നോട്ട് ഇമാജിൻ ഹൗ ദിസ് പംകിൻ കുഡ് ഹെൽപ്പ് ഹെർ ഗോ ടു ദ ബാൾ. അത് നമുക്കും തോന്നുന്ന സെയിം ഡൗട്ടാണ്. ഷീ കുഡ് നോട്ട് ഇമാജിൻ, അവൾക്ക് ചിന്തിക്കാൻ പോലും പറ്റിയില്ല. എന്തുവാണ്? ഹൗ ദിസ് പംകിൻ കുഡ് ഹെൽപ്പ് ഹെർ ഗോ ടു ദ ബാൾ. ഈ മത്തങ്ങ കൊണ്ട് ഞാൻ എങ്ങനെയാണ് ഈ ഡാൻസ് പാർട്ടിക്ക് പോകുന്നത്? ഇതെങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്യും ഈ മത്തങ്ങ എന്ന് ആര് ചിന്തിക്കണം? സിൻഡ്രല്ല. നമുക്കും അതേ ഡൗട്ട് വന്നില്ലേ? ഈ മത്തങ്ങ വെച്ചിട്ട് അവരെന്തോന്ന് ചെയ്യാൻ പോണത്? ഓക്കെ, നോയിക്കോ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. ദ ഫെയറി വേവ്ഡ്
എ മാജിക് വാണ്ട് ഓവർ ദ പംകിൻ. അപ്പോൾ ഫെയറി മാലാഖയൊക്കെ ഇല്ലേ, അപ്പോൾ വേവ്ഡ് എ മാജിക് വാണ്ടെന്ന് വെച്ചാൽ WAND വാണ്ടെന്ന് വെച്ചാൽ മന്ത്രവടി, മാന്ത്രികവടി കേട്ടാ, മാന്ത്രികതണ്ട്. അപ്പോൾ അവരെ മന്ത്രവടി ഇങ്ങനെ വേവ് ചെയ്തു. വേവ്ഡ് എന്ന് വെച്ചാൽ വീശുക. അപ്പോൾ വീശി, മന്ത്രവടി വീശി. മാലാഖയുടെ കയ്യിലാകുമ്പോൾ ഒരു മന്ത്രവടിയൊക്കെ കാണുമല്ലോ കേട്ടോ, മാജിക് സ്റ്റിക്ക്. അപ്പോൾ സ്റ്റിക്ക് വെച്ച് ഇങ്ങനെ വീശിയാണ് അതിൻ്റെ ഓവർ ദ പംകിൻ്റെ പുറത്തായിട്ട് ഇങ്ങനെ വെച്ചിട്ട് എന്തോ മന്ത്രം ചൊല്ലി മന്ത്രവടി വീശി. എന്ത് സംഭവിച്ചു? സഡൻലി ദ പംകിൻ ചേഞ്ച്ഡ് ഇൻ ടു എ റെഡ് കോച്ച്. പെട്ടെന്ന് ദ പംകിൻ ചേഞ്ച്ഡ് ഇൻ ടു എ റെഡ് കോച്ച്. പെട്ടെന്ന് തന്നെ പംകിൻ എന്തുവായി? ഒരു റെഡ് കോച്ചായി. റെഡ് കോച്ചാവുക എന്ന് വെച്ചാൽ കോച്ച് എന്ന് വെച്ചാൽ രഥം, ഒരു ചുവന്ന രഥമായി മാറി. അല്ലെങ്കിൽ കുതിര വണ്ടി എന്നൊക്കെ അർത്ഥമുണ്ട്. കുതിരയില്ല, മറ്റേ ആ രഥത്തിൻ്റെത് മാത്രം കേട്ടാ, കുതിരയില്ലാത്ത ബാക്കിയുള്ള ഭാഗം ആൾക്കാരിരിക്കണില്ലേ അത്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് ആ മത്തങ്ങ ഒരു രഥമായിട്ട് മാറി. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാണ്, നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കിയാണ്. പെട്ടെന്നൊരു മാലാഖ വന്നു, ഇതാ ഇവിടെ എല്ലാം ചറപറ നടക്കേന്. ഒരു മത്തങ്ങ പോയി പറിച്ചോട്ട് വരാൻ പറയുന്നു. മത്തങ്ങ വെച്ചു. മത്തങ്ങേൻ്റെ മണ്ടയിൽ ഇതാ ഇപ്പോൾ ഒരു മന്ത്രവടി വെച്ച് ഇങ്ങനെ വീശി. അപ്പോഴേ അതൊരു രഥമായിട്ട് മാറി. ദെൻ ദ ഫെയറി സെഡ്, എന്നിട്ട് നമ്മുടെ മാലാഖ പറയാണ്, യു വിൽ ട്രാവൽ ഇൻ ദിസ് കോച്ച് ടു ദ പാലസ്. നീ ഈ കോച്ചിലാണ്, ഈ രഥത്തിലാണ് എങ്ങോട്ട് പോകാൻ പോകുന്നത്? പാലസിലോട്ട് പോകാൻ പോകുന്നത്, കൊട്ടാരത്തിലോട്ട് ഇന്ന് പോകാൻ പോകുന്നത്. ബട്ട് വി മസ്റ്റ് ഹാവ് ഹോഴ്സസ് ടു ഡ്രോ ഇറ്റ്. അപ്പോൾ പക്ഷേ നമുക്ക് എന്ത് വേണം? മസ്റ്റ് ഹാവ് ഹോഴ്സസ്. നമുക്ക് കുതിരകളെ വേണം. കുതിര വേണ്ടേ ഈ വണ്ടി വലിക്കാനായിട്ട്? അല്ല വണ്ടി മാത്രം മതിയാ, കുതിരകളും കൂടെ വേണ്ടേ? അപ്പോൾ നമുക്ക് കുതിരകളും കൂടെ വേണം. അടുത്ത പേജ് നോക്കിക്കോ. ദർ ഈസ് എ മൗസ് ട്രാപ്പ് ഇൻ ദ ബാക്ക് യാർഡ് ഓഫ് യുവർ ഹൗസ്. ദർ ഈസ് എ മൗസ് ട്രാപ്പ് എന്ന് വെച്ചാൽ എലിക്കണി, എലിപ്പെട്ടിയില്ലേ? അപ്പോൾ അവിടെ ഒരു എലിപ്പെട്ടി വെച്ചിട്ടുണ്ട്. ഇൻ ദ ബാക്ക് യാർഡ് ഓഫ് യുവർ ഹൗസ്. നിൻ്റെ വീടിൻ്റെ പുറകിലായിട്ട് അവിടെ ഒരു സ്ഥലത്ത് ഒരു എലിപ്പെട്ടി വെച്ചിട്ടുണ്ട്. ബ്രിങ് ഇറ്റ് ടു മീ. അത് പോയി എടുത്തുകൊണ്ട് വാ. ആര് പറയാണ്? ഫെയറി പറയാണ്, നമ്മുടെ മാലാഖ പറയാണ്, പെട്ടെന്ന് പോയിട്ട് ആ എലിപ്പെട്ടി ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നേ. സിൻഡ്രല്ല വെൻറ്റ് ഔട്ട് ആൻഡ് ബ്രോട്ട് ദ മൗസ് ട്രാപ്പ്. എന്നിട്ട് സിൻഡ്രല്ല പെട്ടെന്ന് പോയി ആൻഡ് ബ്രോട്ട് ദ മൗസ് ട്രാപ്പ് പോയിട്ട് തിരിച്ചു വന്നു കേട്ടോ. ആ എലിപ്പെട്ടി എലിക്കണിയായിട്ട് തിരിച്ചു വന്നു. ദർ വെർ 6 mice in it. ആ ഒറ്റ കെണിയിൽ എത്ര എലികളുണ്ടായിരുന്നു? 6 mice in it. 6 എലികളുണ്ടായിരുന്നു കേട്ടാ, 6 എലികൾ. ദ ഫെയറി വേവ്ഡ് ദ മാജിക് വാണ്ട് ഓവർ ഇറ്റ്. അപ്പോൾ ഫെയറി വീണ്ടും തൻ്റെ മാജിക് വാണ്ട് എടുത്തിട്ട്, മാന്ത്രിക വടി എടുത്തിട്ട് വേവ്ഡ് ഓവർ ഇറ്റ്, വീശി. ആ എലികളെ മണ്ടേ കൂടെ വീശി. ആൻഡ് ദ മൈസ് വെയർ ടേൺഡ് ഇൻ ടു 6 white horses. എൻ്റെ അപ്പോഴേ എന്ത് സംഭവിച്ചു? ഈ മൈസ്, ഈ 6 എലികളും എന്തായിട്ട് മാറി? ടേൺഡ് ഇൻ ടു 6 white horses. 6 വെളുത്ത കുതിരകളായിട്ട് മാറി. ഹാവു. അപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത് നോക്കിയാണ്. അപ്പോൾ പോകാനുള്ള എല്ലാം ആയി, കുതിരയായി. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇവിടെ ഈ രണ്ടാമത്തെ ഒരു ചെറിയ കുറച്ച് പാരഗ്രാഫുകൾ ചേർന്നുള്ള ഈ ഭാഗത്ത് ഒരു സിൻഡ്രല്ലയുടെ ദുഃഖമൊക്കെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ആര് വന്നു? ഒരു ഫെയറി വന്നു, ഒരു മാലാഖ വന്നു. എന്നിട്ട് സിൻഡ്രല്ലയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ നിന്നെ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മത്തങ്ങ എടുത്തുകൊണ്ട് വരാൻ പറയുന്നു. സിൻഡ്രല്ല പോയി മത്തങ്ങ കൊണ്ടുവന്നു. മത്തങ്ങ എന്താക്കി? ഒരു രഥമാക്കി മാറ്റി. പിന്നെ അത് വലിക്കാനായിട്ടുള്ള കുതിരയ്ക്ക് വേണ്ടി എന്തോന്ന് പറയുന്നു? ആ മൗസ് ട്രാപ്പ് പോയി എടുത്തുകൊണ്ട് വരാം, എലിക്കണി പോയി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. എലിക്കണിയിൽ 6 എലികളുണ്ടായിരുന്നു. എലികളെ എല്ലാത്തിനെയും എന്താക്കി മാറ്റി? 6 വെള്ള കുതിരകളാക്കി മാറ്റി. അപ്പോൾ അത്രയാണ് പറഞ്ഞത്. ഇനി ഒരു 2 പാരഗ്രാഫ് കൂടെ ഉള്ളൂ. അപ്പോൾ ആ ഭാഗം അങ്ങ് തീരും കേട്ടോ. പാഠത്തിൻ്റെ ആ ഭാഗം തീരും. നോക്കാം. അപ്പോൾ കുതിരകളായി, രഥമായി. ഇനി ബാക്കി എന്താണെന്ന് നോക്കാം. ലുക്കിംഗ് അറ്റ് ദ കോച്ച് ആൻഡ് ദ ഹോഴ്സസ് ദ ഫെയറി സെഡ്. അപ്പോൾ ലുക്കിംഗ് അറ്റ് ദ കോച്ച് ആൻഡ് ദ ഹോഴ്സസ് ദ ഫെയറി സെഡ്. അപ്പോൾ ഇതിൽ നോക്കിയിട്ട്, രഥവും കുതിരകളെയൊക്കെ നോക്കിയിട്ട് ഫെയറി പറയാണ്, നമ്മുടെ മാലാഖ പറയാണ്, നൗ വി ഹാവ് കോച്ച് ടു ട്രാവൽ ആൻഡ് 6 horses ടു ഡ്രോ ഇറ്റ്. നമുക്കിപ്പോൾ കോച്ചും ഉണ്ട്, നമുക്കിപ്പോൾ രഥവും ഉണ്ട്, ആൻഡ് 6 horses ടു ഡ്രോ ഇറ്റ്. അത് വലിക്കാനായിട്ട് 6 കുതിരകളും ഉണ്ട്. ബട്ട് വി ഹാവിൻറ്റ് എനി ഫുട്മാൻ. അപ്പോൾ വി ഹാവ് നോട്ട് എനി ഫുട്മാൻ.
ഫുട്മെൻ എന്ന് വെച്ചാൽ ഫുട്മെൻ പരിചാരകർ. അപ്പോൾ നമുക്ക് ഇവിടെ പരിചാരകരാരുമില്ല കേട്ടോ, ഈ ഭടന്മാരെന്നൊക്കെ പറയില്ലേ, അതേപോലെ ഇത് കൊണ്ടുപോകാൻ നമുക്ക് ഇവിടെ പ്രൊട്ടക്ഷൻ നിൽക്കാനായിട്ട് അങ്ങനെയൊന്നും ആളുകളില്ല, നമ്മളെ പരിചരിക്കാനായിട്ട് ആളുകളില്ല. ഇനി അവരെയും കൂടെ ഒപ്പിക്കണം. ഗോ again into the garden and you will find 6 lizards behind the watering pot. അപ്പോൾ ഗോ അഗെയിൻ into the garden. അപ്പോൾ ഫെയറി നമ്മുടെ മാലാക വീണ്ടും പറയാണ്, പെട്ടെന്ന് പോ, വീണ്ടും ഗാർഡനിലോട്ട് പോ, വീണ്ടും തോട്ടത്തിലോട്ട് പോ. എന്നിട്ട് എന്ത് ചെയ്യണം? ആൻഡ് യു വിൽ ഫൈൻഡ് 6 lizards behind the water pot. ലിസാർഡ് എന്ന് വെച്ചാൽ എന്താണ്? ലിസാർഡ് നമ്മൾ പല്ലിക്ക് ലിസാർഡ് എന്ന് പറയും, അരണയ്ക്ക് ലിസാർഡ് എന്ന് പറയും. നമുക്കിവിടെ പല്ലിയിൽ നിന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ നീ പോയി നോക്കുമ്പോൾ ആ വാട്ടർ പോട്ടിൻ്റെ ആയിട്ട് ആ വെള്ളമൊക്കെ വെച്ചേക്കുന്നതിൻ്റെ അവിടെ അടുത്തായിട്ട് എന്തോന്ന് 6 ലിസാർഡിനെ കാണും, 6 പല്ലികളെ നിനക്ക് കാണാം. അപ്പോൾ പോയി പിടിച്ചോണ്ട് വാ എന്നായുടെ പറയണ്, സിൻഡ്രല്ലയുടെ അടുത്ത് പറയാണ് 6 പല്ലി കാണും, അതിനെ പിടിച്ചോണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ദ ഫെയറി സിൻഡ്രല്ല ബോട്ട് ദ ലിസാർഡ്സ്, ദ ഫെയറി ചേഞ്ച്ഡ് ദം ഇൻറ്റു ഫുട്മെൻ. അപ്പോൾ സിൻഡ്രല്ല പെട്ടെന്ന് പോയി പല്ലികളെ പിടിച്ചുകൊണ്ട് വന്നു. നമ്മുടെ ഫെയറി എന്തായിരിക്കും ചെയ്തത്? നേരത്തെ പോലെ മന്ത്രം ചൊല്ലി എന്താക്കി? ചേഞ്ച്ഡ് ഇൻറ്റു ഫുട്മെൻ. അവരെ 6 പല്ലികളെ എന്താക്കി? 6 പരിചാരകരാക്കി മാറ്റി. അപ്പോൾ എല്ലാം ആയി. ദ ഫുട്മെൻ ബൗഡ് അറ്റ് ഹെർ. എന്നിട്ട് ഈ പരിചാരകർ മൊത്തം എന്തോന്ന് ചെയ്തു? അവരുടെ മുമ്പിൽ തല കുനിച്ച് നിന്നു കേട്ടോ, ബഹുമാനിച്ച്. ദേ വോർ ബ്ലൂ ആൻഡ് യെല്ലോ ക്ലോത്ത്സ്. അപ്പോൾ അവരുടെ വേഷമൊക്കെ എന്തായിരുന്നു? ബ്ലൂ ആൻഡ് യെല്ലോ ക്ലോത്ത്സ്, നീലയും മഞ്ഞയൊക്കെ കലർന്ന ഡ്രസ്സാണ് അവരിട്ടിരുന്നത്. സിൻഡ്രല്ല വാസ് വെരി ഹാപ്പി ടു സീ ദം. അപ്പോൾ സിൻഡ്രല്ലയ്ക്ക് ഇവരെയും കൂടെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. എന്ന് വെച്ചാൽ എനിക്ക് പോകാനായിട്ടാണ് ഇതൊക്കെ കേട്ടോ. ഒരു രഥമായി, കുതിരകളായി, ആൾക്കാരായി, എന്നെ പരിചരിക്കാൻ ആൾക്കാർ വരെയായി. ഇപ്പോൾ സിൻഡ്രല്ലയ്ക്ക് സ്വന്തമായിട്ട് അങ്ങ് രാജകുമാരി ആയ പോലെ. ബട്ട് ഷീ ബിക്കെയിം സാഡ് വെൻ ഷീ ലുക്ക്ഡ് അറ്റ് ഹെർ ക്ലോത്ത്സ്. പക്ഷേ അവൾക്ക് പെട്ടെന്ന് വിഷമം വന്നു. എന്തുകൊണ്ടാണ് വിഷമം വന്നത്? എന്തുകൊണ്ടാണ്? വെൻ ഷീ ലുക്ക്ഡ് അറ്റ് ഹെർ ക്ലോത്ത്സ്. അവളുടെ വസ്ത്രങ്ങൾ നോക്കിയപ്പോൾ, അവളുടെ ഡ്രസ്സിൽ നോക്കിയപ്പോൾ സിൻഡ്രല്ലയ്ക്ക് വിഷമമായി. എന്ന് വെച്ചാൽ അവളുടെ ഡ്രസ്സ് അത്രയ്ക്ക് മോശമായിട്ടാണ് ഇപ്പോഴും കിടക്കുന്നത്. ബട്ട് ഐ കനോട്ട് ഗോ ഇൻ ദീസ് റാക്സ് സെറ്റ് ഹെർ ഷീ സെറ്റ്. അപ്പോൾ അവൾ പറയാണ്, സിൻഡ്രല്ല പറയാണ് എന്ത്? ബട്ട് ഐ കനോട്ട് ഗോ ഇൻ ദീസ് റാക്സ്. ഈ റാഗെന്ന് വെച്ചാൽ എന്താണ്? കീറിയ പഴന്തുണി കേട്ടാ, കീറിയ വസ്ത്രം അല്ലെങ്കിൽ പഴന്തുണി എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഈ റാക്സിൽ ഈ കീറിയ തുണിയെല്ലാം ഇട്ടുകൊണ്ട് ഞാൻ എങ്ങനെ പോണത് എന്ന് ആര് ചോദിക്കുകയാണ്? സിൻഡ്രല്ല ചോദിക്കുകയാണ്. ഐ വിൽ ഗീവ് യു വണ്ടർഫുൾ ക്ലോത്ത്സ് സെഡ് ദ ഫെയറി. അപ്പോൾ ഫെയറി പറയാണ്, നമ്മുടെ മാലാക പറയാണ്, ഐ വിൽ ഗീവ് യു വണ്ടർഫുൾ ക്ലോത്ത്സ്. ഞാൻ നിനക്ക് തരാലോ, ഞാൻ നിനക്ക് നല്ല വസ്ത്രങ്ങൾ ഞാൻ തരാം. ദ ഫെയറി ടച്ച്ഡ് സിൻഡ്രല്ല വിത്ത് ഹെർ മാജിക് വാണ്ട്. അപ്പോൾ ഫെയറി ടച്ച്ഡ് സിൻഡ്രല്ല വിത്ത് ഹെർ മാജിക് വാണ്ട്. ഫെയറി നമ്മുടെ മാജിക് വാണ്ട് കൊണ്ട്, മന്ത്രവടി കൊണ്ട് സിൻഡ്രല്ലയെ ഒന്ന് തൊട്ടു. ഓക്കെ, ഹെർ റാക്സ് ചേഞ്ച്ഡ് ഇൻ ടു ബ്യൂട്ടിഫുൾ ക്ലോത്ത്സ് ഓഫ് സിൽക്ക് ആൻഡ് ഗോൾഡ്. പെട്ടെന്ന് തന്നെ അവൾ ആ പഴംതുണിയൊക്കെ മാറിയിട്ട് എന്ത് വന്നു? ബ്യൂട്ടിഫുൾ ക്ലോത്ത്സായി, ഏറ്റവും നല്ല വസ്ത്രങ്ങളായി മാറി, നല്ല മനോഹരമായിട്ടുള്ള വസ്ത്രങ്ങളായി മാറി. ഓഫ് സിൽക്ക് ആൻഡ് ഗോൾഡ്, സിൽക്കിൻ്റെയും ഗോൾഡ് കളറിലൊക്കെ ഉള്ള, സ്വർണ്ണ നിറത്തിലൊക്കെ ഉള്ള നല്ല വസ്ത്രങ്ങളായിട്ട് മാറി സിൻഡ്രല്ല ഇട്ടിരുന്ന ഡ്രസ്സ്. ഓക്കെ, ദെയർ വെയർ ഡയമണ്ട്സ് ഇൻ ഹെയർ ഹെയർ. അവളെ തലയിലൊക്കെ ഡയമണ്ട്സ് വെച്ച് വരെ അലങ്കരിച്ച ഒരു ടൈപ്പായി കേട്ടോ. ആഭരണങ്ങളും എല്ലാം അപ്പോൾ വന്നതാണ്. ആൻഡ് ഷീ വോർ 2 പ്രെറ്റി ഗ്ലാസ് ഷൂസ്. എന്നിട്ട് കൂടെ എന്തുകൊണ്ടായിരുന്നു? 2 പ്രെറ്റി ഗ്ലാസ് ഷൂ, കണ്ണാടി പോലെ തിളങ്ങുന്ന 2 ഷൂകളും ഉണ്ടായിരുന്നു. ഗ്ലാസ് ഷൂ കേട്ടോ. അപ്പോൾ എല്ലാം ആയി. ഇപ്പോൾ നല്ല ഡ്രസ്സായി, നല്ല ഷൂ ആയി, പോകാൻ വണ്ടിയായി, കുതിരയായി, ആൾക്കാരായി. ഒരു രാജകുമാരി തന്നെ. ഇപ്പോൾ നമ്മുടെ സിൻഡ്രല്ലയെ കണ്ട കറക്റ്റ് ഒരു രാജകുമാരിയായി. ഓക്കെ, ദെൻ ദ ഫെയറി സെഡ്. എൻ്റെ ഫെയറി പറഞ്ഞു, നമ്മുടെ മാലാക പറഞ്ഞു, യു ക്യാൻ ഗോ ടു ദ ബാൾ നൗ. നിനക്കിപ്പോൾ
നൃത്തവിരുന്നിലോട്ട് പോകാമല്ലോ, ആ ഡാൻസ് പാർട്ടിക്ക് പോകാമല്ലോ, വേറൊരു പ്രശ്നമില്ലല്ലോ. ബട്ട് റിമെമ്പർ ദ മാജിക് എൻഡ്സ് അറ്റ് 12 o'clock. പക്ഷേ ഒരു കാര്യം നീ ഓർക്കണം, റിമെമ്പർ ചെയ്യാന്ന് വെച്ചാൽ ഓർക്കണം. എന്താണ്? ദ മാജിക് എൻഡ്സ് അറ്റ് 12 o'clock. പാതിരാത്രി 12 മണിയാകുമ്പോൾ എൻ്റെ ഈ മാജിക്കിൻ്റെ പവറൊക്കെ തീരും. ഇന്ന് രാത്രി 12 മണി വരെ ഈ മാജിക്കിൻ്റെ പവർ നിൽക്കുള്ളൂ. ഈ മായാജാലം മൊത്തം 12 മണിയാകുമ്പോൾ അവസാനിക്കും. അതായത് 12 മണിയാകുമ്പോൾ എല്ലാം പഴയതുപോലെ ആവും. ഓക്കെ, നിൻ്റെ ഡ്രസ്സും ഈ കുതിരകളും ഈ രഥവും ഈ ആൾക്കാരും എല്ലാം പഴയ പോലെ ആവും. യു മസ്റ്റ് റിട്ടേൺ ഹോം ബിഫോർ ദാറ്റ് ടൈം. നീ എന്തായാലും പോയിട്ട് 12 മണിക്ക് മുമ്പ് തിരിച്ച് വീട്ടിലെത്തിയിരിക്കണം എന്നാര് പറഞ്ഞു? നമ്മുടെ മാലാഖ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ദ മാജിക് ബിഗിൻസ് എന്ന് പറയുന്ന പാർട്ട് അത്രയേ ഉള്ളൂ. ഇവിടെ എന്ത് മാജിക് ആണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. നമ്മുടെ ആ മാലാഖ പ്രത്യക്ഷപ്പെട്ടു. അവിടെ ഡാൻസ് പാർട്ടിക്ക് പോകാനായിട്ട് സിൻഡ്രല്ല ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ നമ്മുടെ മാലാഖ പ്രത്യക്ഷപ്പെട്ടു. സിൻഡ്രല്ലയ്ക്ക് ആവശ്യമുള്ളതൊക്കെ നൽകി. മത്തങ്ങ എടുത്തിട്ട് അതിനെ രഥമാക്കി മാറ്റി. പിന്നെ എന്താണ്, 6 കുതിരകളെ റെഡിയാക്കി, എലികളെ പിടിച്ച് കുതിരകളാക്കി, പല്ലികളെ എന്താക്കി, ഫുട്മെന്നാക്കി, പരിചാരകരാക്കി മാറ്റി. പിന്നെ സിൻഡ്രല്ലയുടെ ഡ്രസ്സ് മൊത്തം മാറ്റി, ഷൂ വന്നു, അതെല്ലാം ഓക്കെ ആയി. ഇപ്പോൾ സിൻഡ്രല്ലയെ കണ്ട ഒരു രാജകുമാരിയെ പോലെ ആയി. എന്നിട്ട് സിൻഡ്രല്ലയോട് ഡാൻസ് പാർട്ടിക്ക് പൊക്കോളാൻ പറയുന്നു. എന്നിട്ട് ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു. എന്താണ്? 12 മണിക്ക് മുമ്പ് വീട്ടിൽ തിരിച്ചെത്തണം. അതാണ് ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കേട്ടോ. 12 മണിക്ക് മുമ്പ് വീട്ടിൽ തിരിച്ചെത്തണം, അല്ലെങ്കിൽ ഈ മാജിക് മൊത്തം 12 മണിയാകുമ്പോൾ അവസാനിക്കും എന്ന് ഫെയറി പറയുന്നു, മാലാഖ പറയുന്നു. അപ്പോൾ ബാക്കി എന്താ എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇത് ഇത്തിരി കുറച്ച് വലിയ പാർട്ടാണ്, അതുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ പറഞ്ഞു പോയത്. ഓക്കെ, അപ്പോൾ ഒന്ന് വായിച്ച് നോക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. നന്ദി.